ഈശ്വരേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം 34-ാം തിരുവചനം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സാന്നിധ്യം സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിവരണങ്ങൾ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം, ഇവിടെ ദൈവം ഇമ്മാനുവലായി, മനുഷ്യനായി നമ്മുടെ കൂടെ വസിച്ചു എന്ന് പറയുമ്പോൾ, പഴയ നിയമത്തിൽ സമാഗമ കൂടാരത്തിൽ മേഘത്തിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 7-ഉം 13-ഉം 14-ഉം തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഈ സമാഗമ കൂടാരത്തിൽ ഒരുക്കപ്പെടേണ്ട കർട്ടനുകളെക്കുറിച്ച്, തിരശീലകളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ആ തിരശീലകൾ എപ്രകാരമാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരണം ഉണ്ട്. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് 11 വിരികൾ ഉണ്ടാകണം. ആട്ടിൻ രോമം കൊണ്ട്, പിന്നീട് 14-ാമത്തെ വചനത്തിൽ ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടിയുണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പണ്ഡിതന്മാർ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പങ്കുവയ്ക്കുന്നത്, ഈ 3 മേഖലകളും ഈശോയാകുന്ന പെസഹ കുഞ്ഞാടിലേക്കാണ് നമ്മളെ വിരൽ ചൂണ്ടുന്നത്. ഇതിന്റെ 3-ാമത്തെ വിരി എന്ന് പറയുമ്പോൾ അത് വളരെ സാധാരണമായ, ഒട്ടും പ്രത്യേകതയില്ലാത്ത തോലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. യെശയ്യാ പ്രവചകൻ യേശുവെക്കുറിച്ച് പറയുമ്പോൾ, അവൻ മനുഷ്യനെന്ന് തോന്നിക്കാൻ യാതൊരുവിധ ഭംഗിയുമില്ലാത്തവണ്ണം വിരൂപനായിരുന്നു. ശ്രദ്ധാർഹമായ ആകാരമോ ഭംഗിയോ അവനുണ്ടായിരുന്നില്ല എന്നൊക്കെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ അത് ഈശോയെക്കുറിച്ച് തന്നെയാണ് വെളിപ്പെടുത്തുക. പഴയ നിയമഗ്രന്ഥങ്ങളിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള സൂചനകൾ, അല്ലെങ്കിൽ പഴയ നിയമഗ്രന്ഥങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ട ഓരോ കാര്യങ്ങളും, ഓരോ ആചാരങ്ങളും, ഓരോ അനുഷ്ഠാനങ്ങളും എല്ലാം ലോകരക്ഷകനായ, ഏകരക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഈ സത്യം തിരിച്ചറിയുമ്പോൾ യേശു ദൈവമാണെന്നും, യേശു കർത്താവാണെന്നും, യേശു രക്ഷകനാണെന്നും ഹൃദയത്തിലും അധരത്തിലും ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ.